ഗുരുകുല വിദ്യാഭ്യാസത്തിൽ നിന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒരുക്കുന്ന മായിക ലോകത്തിലേക്ക് പറന്നിറങ്ങിയ നമുക്ക് നഷ്ടമായത് ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ കാതലായ മാനവികതയാണ്. 8ാം ക്ലാസ്സിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഊഷ്മളവും ഹൃദ്യവുമായ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ കഥ പറയുന്ന സ്നേഹത്തണൽ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഹായ് ഡേവിഡ്, ഗുഡ് മോർണിംഗ്. എടാ ഡേവിഡ്, മാർട്ടിൻ, നിങ്ങളും ഈ ക്ലാസ്സിലാണോ? പഴയ ഫ്രണ്ട്സ് ആരും ഇല്ലെന്നോർത്ത് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. ഞങ്ങളുമുണ്ട് 5Bയിൽ. ഹായ് ഹെർലിൻ, ഇത്തവണ നമ്മുടെ 5B അടിപൊളിയാണല്ലോ. അതെ അതെ, ഇത്തവണ നമ്മുടെ ക്ലാസ് ടീച്ചർ ഒരു പുതിയ ടീച്ചറാണെന്നാണ് ലൂസി മിസ് പറഞ്ഞത്. ഷോ, ഇവനും ഈ ക്ലാസ്സിലാണോ? വേണ്ടായിരുന്നു. Good morning, dear students. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഹായ്, ഞാൻ ട്രീസ തോംസൺ. ഞാനാണ് നിങ്ങളുടെ പുതിയ ക്ലാസ് ടീച്ചർ. ഈ വർഷം തൊട്ട് ഞാൻ നിങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിരിക്കും. ടീച്ചർ ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്? ഞാൻ മാത്തമാറ്റിക്സ് ആണ് പഠിപ്പിക്കുന്നത്. അയ്യോ, മാത്സോ? മാത്സ് അവന്റെ പേടി സ്വപ്നമാണ് മിസ്. അല്ല, ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്നയാൾ മാത്രം ഒന്നും മിണ്ടുന്നില്ലല്ലോ, എന്തു പറ്റി? അവൻ അങ്ങനെയാ ടീച്ചർ. മോനൊന്ന് എഴുന്നേറ്റേ. എന്താ നിന്റെ പേര്? എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? മിസ്സിനോട് നിന്റെ പേര് പറയൂ ടെഡി. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് ഓഡിറ്റോറിയത്തിൽ വെൽക്കം ഡേ ഗ്യാതറിംഗ് ഉണ്ട്. സോ എല്ലാവരും വേഗം ലൈനായിട്ട് നിന്നേ. ഈ ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും മിടുക്കരാണല്ലോ. എന്നാലും ടെഡി മാത്രം എന്താണാവോ ഇങ്ങനെ? ആ, നോക്കാം. ശോ, ഈ കുട്ടി മാത്രം എന്താ ഇങ്ങനെ? എന്താ, എന്തു പറ്റി മിസ്സേ? എന്റെ ക്ലാസ്സിലെ ടെഡിയുടെ ബുക്കാണിത്. ഒരു വൃത്തിയുമില്ല, നോട്ട്സും കംപ്ലീറ്റ് അല്ല. കഷ്ടം. ആ കുട്ടി തനിയെ ഇത്രയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ ടീച്ചറെ. ആ കൊച്ചൊരു പാവമാ. തനിയെയോ? ആ കുട്ടിയുടെ പേരൻസ് ഒന്നും നോക്കില്ലേ? അപ്പൊ ടീച്ചർക്ക് ടെഡിയെ കുറിച്ചൊന്നും അറിയില്ലേ? മിടുക്കനായിരുന്നു അവൻ, ബ്രില്യൻ്റ് ആൻഡ് സ്മാർട്ട്. പിന്നെ എന്തു പറ്റി? 1 വർഷം മുമ്പാണ് അവൻ്റെ അമ്മ മരിച്ചു പോയത്. പിന്നീടാണ് അവൻ ഇങ്ങനെയായത്. മിസ്സിന്റെ കയ്യിൽ സ്റ്റുഡൻസ് പ്രൊഫൈൽ ഉണ്ടാകുമല്ലോ. അതിൽ അവനെക്കുറിച്ചുള്ള മുൻ വർഷങ്ങളുടെ റിപ്പോർട്ട്സ് ഉണ്ട്. അതൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. ഗ്രേഡ് 1 ടെഡി, മിടുക്കനായ എപ്പോഴും സന്തോഷമുള്ള കുട്ടി. ഗ്രേഡ് 2 ടെഡി, എക്സലന്റ് സ്റ്റുഡൻറ്, കൂട്ടുകാർക്കെല്ലാം പ്രിയങ്കരൻ. ഗ്രേഡ് 3 മിടുക്കനായിരുന്നു. അമ്മയുടെ അസുഖം അവനെ വല്ലാതെ അലട്ടുന്നുണ്ട്. പഠനത്തിൽ അവന് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ആരുടെയും ശ്രദ്ധ കിട്ടാതെ അവൻ ഒറ്റപ്പെടുന്നു. ഗ്രേഡ് 4 അമ്മയുടെ മരണം അവനെ ആകെ മാറ്റിമറിച്ചിരിക്കുന്നു. ടെഡി പഠനത്തിൽ ഒരുപാട് പുറകിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. അവനെ ഒന്ന് പഴയ പോലെയാക്കാൻ ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചതാണ്. പക്ഷെ സാധിച്ചില്ല. അമ്മയുമായി അത്ര അറ്റാച്ച്ഡ് ആയിരുന്നു ആ കുട്ടി. പക്ഷേ ട്രീസ മിസ്സിനോട് അവന് ഇഷ്ടമുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ എക്സാമിന് തന്നെ ഫേവറേറ്റ് ടീച്ചറെ കുറിച്ച് എഴുതാനുള്ള ചോദ്യത്തിന് അവൻ ടീച്ചറെ കുറിച്ച് എഴുതിയത്. എന്നെ കുറിച്ചോ? പക്ഷേ ഞാൻ അങ്ങനെ ഒരു കരുതലൊന്നും അവനോട് ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ.
എങ്കിൽ ടീച്ചർ അവനെ ഒന്ന് ശ്രദ്ധിക്കൂ. ചിലപ്പോൾ നമുക്ക് പഴയ ടെഡിയെ തിരിച്ചു കൊണ്ടുവരാനായാലോ? ഞാൻ ആ കുട്ടിയെ ഇതുവരെ ശ്രദ്ധിച്ചിട്ട് പോലുമില്ലല്ലോ. അവൻ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നോ? ദൈവമേ, എനിക്ക് തെറ്റുപറ്റിയോ? മേ ഐ കം ഇൻ ടീച്ചർ? ടീച്ചർ, ആ ടെഡി വരൂ. ടെഡി ഇങ്ങ് വന്നേ. ടെഡിയുടെ നോട്ട്സ് ഒന്നും കംപ്ലീറ്റ് അല്ലല്ലോ, ഹോംവർക്കും ചെയ്തിട്ടില്ല. എന്തു പറ്റി? അത് ടീച്ചർ, ഇന്നലെ എൻ്റെ അമ്മ മരിച്ച ദിവസമായിരുന്നു. ഞാൻ അമ്മയെക്കുറിച്ച് ഓർത്തുപോയി. പഠിപ്പിച്ചത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ടെഡിക്ക് ഞാൻ ആ ഭാഗം പറഞ്ഞു തരട്ടെ? ശരിക്കും ടീച്ചറിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ടീച്ചർ പഠിപ്പിച്ചാൽ ഞാൻ എല്ലാം നന്നായി പഠിക്കും. തനിയേ മിഴികൾ തുളുമ്പിയോ, വെറുതെ മൊഴികൾ വിതുമ്പിയോ, മഞ്ഞേറും വിണ്ണോരം മഴമായും പോലെ കുഞ്ഞോമൽ കണ്ണോരം കണ്ണീരും മായേണം നെഞ്ചോരം പൊന്നോളം ചേലേറും കനവുകളും ഒരു പിടി കാവലായി വഴി തേടണം. ഒരു മാറിവിൽ ചിറകേറണം. ആശതൻ തേരിതിൽ പറന്നു വാനിൽ നീ ഉയരണം. ഇടനെഞ്ചിലെ മുറിവാരണം. ഇരു കണ്ണിലും മിഴിവേറണം. നന്മകൾ പൂക്കുമീ പുലരി തേടി നീ ഒഴുകണം. നമ്മുടെ ടെഡിക്കിപ്പോ നല്ല മാറ്റമുണ്ടല്ലേ? അതെ അതെ, ട്രീസ ടീച്ചർ അവനെ നന്നായി കെയർ ചെയ്യുന്നുണ്ട്. മേ ഐ കം ഇൻ ടീച്ചർ? ആരിത്? ടെഡിയോ? വാ. ഓഹോ, അപ്പോൾ ട്രീസ മിസ്സിനെ അന്വേഷിച്ച് വന്നതാണല്ലേ? ദാ വന്നല്ലോ നിന്റെ പ്രിയപ്പെട്ട ടീച്ചർ. ഞങ്ങൾ എന്നാൽ ക്ലാസ്സിലോട്ട് ചെല്ലട്ടെ. ഗുഡ് മോർണിംഗ് ടെഡി. ഗുഡ് മോർണിംഗ് ടീച്ചർ. എന്താ ടെഡി രാവിലെ തന്നെ? അത് പിന്നെ ടീച്ചർ, ഇത് ഇത് ടീച്ചർക്ക് തരാൻ. ഇന്ന് ടീച്ചറിൻ്റെ ബർത്ത്ഡേ അല്ലേ? ഇന്നെൻ്റെ അമ്മയുടെയും ബർത്ത്ഡേ ആണ്. ഇതെൻ്റെ അമ്മയുടേതാണ്. വേറെ ഒന്നും സമ്മാനമായി തരാൻ എൻ്റെ കയ്യിലില്ല. ടീച്ചർ ഇതൊന്ന് ഇടാവോ? അതിനെന്താ, ഇടാലോ. ഇപ്പോൾ ടീച്ചർക്ക് എൻ്റെ അമ്മയുടെ മണമാ. എൻ്റെ അമ്മ. എന്താ ടെഡി ഇത്? ഞാൻ നിന്റെ അമ്മ തന്നെയല്ലേ? കരയാതെ കണ്ണീര് തുടച്ചേ, എന്നിട്ട് സന്തോഷമായിട്ട് ക്ലാസ്സിലോട്ട് പോക്കേ. അമ്മ, എൻ്റെ അമ്മ.
അമ്മേ, ഞാൻ 10th ഗ്രേഡ് പാസ്സായി. ഇൻ്റർമീഡിയറ്റിന് ചേരുവാണ്. അമ്മ ഒപ്പമുണ്ടാകണം. സ്നേഹത്തോടെ അമ്മയുടെ സ്വന്തം ടെഡി. അമ്മേ, ഞാൻ ഇൻ്റർമീഡിയറ്റ് നല്ല മാർക്കോടെ പാസ്സായി. അമ്മയുടെ ആഗ്രഹം പോലെ ഞാൻ മെഡിസിൻ അഡ്മിഷൻ എടുത്തു. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണം. സ്നേഹത്തോടെ അമ്മയുടെ സ്വന്തം ടെഡി. അമ്മേ, ഞാൻ MDക്ക് ചേരുവാണ്. അമ്മയുടെ സ്നേഹവും പ്രാർത്ഥനയും എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം. സ്നേഹത്തോടെ ടെഡി. അമ്മേ, എൻ്റെ വിവാഹമാണ് ഈ വരുന്ന ഞായറാഴ്ച. എന്നെയും റേച്ചലിനെയും അനുഗ്രഹിക്കുവാൻ അമ്മ വരണം. വിവാഹവേദിയിൽ എൻ്റെ അമ്മയ്ക്കായി ഞാനൊരു കസേര ഒഴിച്ചിട്ടിരിക്കും. സ്നേഹത്തോടെ അമ്മയുടെ സ്വന്തം ടെഡി. മോനെ ടെഡി, ഞാൻ വരും, തീർച്ചയായും വരും. ടീച്ചർ അല്ല, അമ്മ. അമ്മേ, ഇതാണ് എൻ്റെ ഫേവറേറ്റ് ടീച്ചർ. അല്ല, എൻ്റെ അമ്മ. എന്നെ ഞാനാക്കിയ എൻ്റെ പ്രിയപ്പെട്ട അമ്മ. ഈ കസേര അമ്മയ്ക്കുള്ളതാണ്. അമ്മ ഇവിടെ ഇരിക്കണം. എന്നെ ഞാനാക്കിയതിനും കൈപിടിച്ചു നടത്തിയതിനും ജീവിതത്തിൽ വഴി കാണിച്ചു തന്നതിനും 1000 നന്ദി. മോനെ, ഞാൻ നിന്നെയല്ല തിരുത്തിയത്, നീ എന്നെയാണ്. ടീച്ചിങ് എനിക്ക് കുട്ടികളെ പഠിപ്പിക്കൽ മാത്രമായിരുന്നു. എന്നാൽ നീയാണ് എൻ്റെ മുന്നിലുള്ള കുട്ടികളെ അറിയാൻ എന്നെ പഠിപ്പിച്ചത്. ഞാൻ നിനക്കല്ലേ നന്ദി പറയേണ്ടത്? എൻ്റെ കുട്ടിക്ക് നല്ലതേ വരൂ. ഹേതാലോലം തുമ്പിപ്പെണ്ണാളെ, ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ? ഹേതാലോലം തുമ്പിപ്പെണ്ണാളെ, ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ? കാതോരം കന്നിക്കുറുമ്പേ, മൂവന്തിത്തേരിൽ പാടാനായി നീയും പോരാമോ? കണ്ണാടി കണ്ണിൽ ഒരു മിന്നാരം കണ്ടേ, സിന്ദൂരച്ചേലോടെ പോരു പെണ്ണാളെ. കാത്തിരുന്നതല്ലേ, കാത്തുവെച്ചതല്ലേ, കാത്തിരുന്നതല്ലേ, കാത്തുവെച്ചതല്ലേ, ഓർത്തു വന്നതല്ലേ ഞാനും പെണ്ണാളെ. കാത്തിരുന്നതല്ലേ, കാത്തുവെച്ചതല്ലേ, ഓർത്തു വന്നതല്ലേ ഞാനും പെണ്ണാളെ. പെണ്ണേ നീ പാട്ടും മൂളി പാറിച്ചെല്ലും നേരം
झिलमिल बस के बूब बजा बोले